ഉണക്ക ചെമ്മീനും തേങ്ങയും കൊണ്ടുള്ള അടിപൊളി ചമ്മന്തി ഇതാ തയ്യാറായി. ഇതാണ്ട് ഈ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്ന് നമുക്ക് അല്പം ഉണക്ക ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിനു മുമ്പേ പറഞ്ഞ് ഇച്ചിരി അരിയൊക്കെ ഇന്ന് തോനെ ഇട്ടോണം. പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിന് തള്ളിക്കൊഞ്ചെന്ന് പറയും. തള്ളിക്കൊഞ്ചെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് ഒറ്റ ഉണക്കിൽ വേണം ഉണക്കിയെടുക്കുക, എന്നാലേ ഈ കളർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചമ്മന്തിക്ക് വേണ്ടിയുള്ള ഉണക്കക്കൊഞ്ച് നല്ല വൃത്തിയായിട്ട് തലയെല്ലാം പിച്ചി കൊണ്ടുവന്നിരിക്കുക. ഇത് നമുക്ക് ഫ്രൈ പാനിലോട്ട് തട്ടിയിട്ട് ചെറിയ തീയിൽ ഇടണം. എന്നിട്ട് മേശം ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് മതി. അതിൻ്റെ കളറ് നമുക്ക് കാണുമ്പം അറിയാം റെഡിയായെന്നുള്ളത്. നമ്മുടെ കൊഞ്ച് ഏകദേശമൊക്കെ റെഡിയായി. അതിൻ്റെ കളർ തന്നെ മാറിയത് കണ്ടില്ലേ. തീ നിർത്തിയാലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല കറുമുറയൊക്കെ ആയി. ഏകദേശമൊക്കെ നമ്മുടെ ചെമ്മീൻ റെഡിയായി. ഒരെണ്ണം എടുത്തിട്ട് പൊടിച്ച് നോക്കണം. പൊടിഞ്ഞ് നല്ല തരിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ തയ്യാറായി. നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടി ഒരു ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം വാളംപുളി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒരു കറക്കി നമുക്ക് കൊണ്ടുവരാം. ഇത് നമ്മളിപ്പോൾ അരയ്ക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കറക്കാവുള്ളൂ. കാരണം ഈ പരുവത്തിൽ കിടണം, അല്ലെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു പോകും. നമ്മൾ ചമ്മന്തിക്ക് എടുത്ത തേങ്ങയുടെ പകുതി അളവിലാണ് ഈ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. കാരണം ഇത് കൊണ്ടുചെന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൂണൊക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് വടിച്ചിട്ട് ഒരു 2 തവണ ഒന്നും കൂടി ഇത് ചെയ്യണം. അപ്പം നമുക്ക് ആ കൊഞ്ചിൻ്റെ തരി പോവാതെ കിട്ടും. കാരണം ആ തരിയും കൂടി നമുക്ക് നിൽക്കണം. പൗഡർ പോലെ ആയാൽ ആ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഉണക്ക ചെമ്മീനും തേങ്ങയും കൊണ്ടുള്ള അടിപൊളി ചമ്മന്തി ഇതാ തയ്യാറായി. നല്ല മണമൊക്കെ ഉണ്ട്. 2 പ്ലേറ്റ് ചോറ് തിന്നാനായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം ചമ്മന്തി റെഡിയായി. ഇനി സമയമൊന്നും നോക്കുന്നില്ല. അതും കൂട്ടി ഒരു പിടിക്കാനായിട്ട് പോവാ. എന്തായാലും ഒന്ന് ടേസ്റ്റൊക്കെ നോക്കട്ടെ. അല്പം എടുത്ത് നമുക്ക് ചോറിലൊന്ന് പുരട്ടിയെടുക്കാം. എന്തായാലും ഒന്ന് കുഴച്ച് നല്ല അസാധ്യം മണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് വെച്ച കറി ഒന്നും വേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി. കാരണം ആ കൊഞ്ചിൻ്റെ ആ തരിപ്പ് നമുക്ക് ചവയ്ക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയുടെ എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളിയൊരു വിഭവം. ഇത് പറഞ്ഞ് നിസ്സാരമായിട്ട് ചെയ്യാം. പിന്നെ കൊഞ്ച് വേണ്ടവരാണ് ശക്തിയുള്ള ഹാർബറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വെളുപ്പിനെ വരണം. അവിടെ തൂക്കിത്തരും. മേടിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനടുത്ത് ബാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ബായ്.